മൈ ഗൈസ്, നമ്മളിന്ന് വെറുതെ പുറത്ത് ഇറങ്ങിയപ്പോഴാണ് ഈ ഇറാനി കഫ അവിടെ പോയിട്ട് ഓരോ ഇറാനി ചായ കുടിച്ചാന്നായിരുന്നു. ഇതിന്റെ ഒപ്പം വന്നവർക്ക് നല്ല പറ്റിക്കണം, പക്ഷെ എനിക്ക് അത്ര പറ്റിയിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ ഓരോ ഗോപി മഞ്ചൂരിയാണ് കഴിച്ചു. എനിക്കിപ്പോ നല്ല ഇഷ്ടമാണ്. അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഈ പോസ്റ്റിന്റെ മറവിൽ നമ്മളൊരു വീഡിയോ ഉണ്ട്. ഈ സാധനമാണ് രസമല, ഒന്നും പറയാല, അടിപൊളി സാധനം. ഇതിന്റെ പേരെന്താന്ന് ഞാൻ മറന്നു, പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഗുലാബ് ജാമുന് സാധാ പോലെ തന്നെ. ഇതാണ് ഇവിടുത്തെ പാൽപേട, നല്ല സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ മധുരം കുറവ്. ഇതാണ് മലായി ചംചം, ഇതിനാ രണ്ടെണ്ണം തിന്നു അമ്മായി ടേസ്റ്റ് ചെയ്തു. കുറച്ച് ലൈസ് വാങ്ങി കണ്ട് ഞങ്ങൾ പേര് പോയി. രാത്രി ഫുഡ് കഴിക്കാൻ വന്നിട്ട് നമ്മൾ രാമേശ്വരം കഫേ. ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോട്ടേന് ശേഷം ഫുള്ള് സെക്യൂരിറ്റി ആണ്. വല്ല പൂരപ്പറമ്പ് പോയ പോലത്തെ തിരക്കേന്ന്. ഇരുന്ന് തിന്നാനൊന്നും പറ്റൂല, നീച്ചൊന്നും കാണാൻ തിന്നാം. ഞാൻ ആദ്യം തന്നെ തിന്നത് രസവടയാണ്, നമ്മളെ വൈബിന് പറ്റിയല്ലോ. അടുത്തതാണ് ഇവിടുത്തെ മെയിൻ സാധനം, ഗീ പൊടി ഇഡ്ലി. ഇഡ്ലിയൊക്കെ ഭയങ്കര സോഫ്റ്റും നല്ല ടേസ്റ്റ് ഉണ്ടായി, പക്ഷെ അതിന്റെ മുകളത്തെ പൊടി ഇന്റെ ടേസ്റ്റിന് പറ്റിയല്ലോ. ഇതിന്റെ പേരെന്താന്ന് ഞാൻ മറന്നുകൂടും. മെനുവിൽ നോക്കിയിട്ട് കറക്കി കുത്തി വാങ്ങിയാണ്. സംഭവം കുഴപ്പമില്ലാത്ത ടേസ്റ്റ് ഉണ്ടായി. ഇവിടുത്തെ ഫുഡിന് ലാക്കിന്റെ ഫാൻസ് ആണ്. ഇനി ഓല് വന്ന് ഇന്നെ തെറി വിളിച്ചാൽ നിൽക്കണ്ട, ഞാൻ എല്ലാ കാര്യം പറയാം. അതുള്ളത് പറയാലോ, അമ്മാരി സാധനം അത്ര അടിപൊളി. ഞാൻ ഈ അടുത്ത് കഴിച്ചാൽ വെച്ച ഏറ്റവും അടിപൊളി മസാല ദോശ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഓരോ മസാല ചായ കുടിച്ചു, ഏലക്കായ കെട്ടൊക്കെ ഗാമണി സാധനം. അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ വന്നത് ഷെല്ലിക്കാണ്. അൺഎക്സ്പെക്ടഡ് ആയിട്ട് വർത്താനം പറയുന്നുണ്ട് ആ കണ്ണ്. എല്ലാരും കാട്ടുന്ന പോലെ മെയിൻ ആയിട്ട് അതിന്റെ ഉള്ളിൽ എടുക്കാൻ നോക്കിയാ, പക്ഷെ സാധനം കിട്ടണില്ല. കൂൾബർഗിന്റെ ഓരോ ബീറും കുപ്പി എടുത്തു. ഇത് ഹലാലാണ് കേട്ടോ. ഇത് ഹാപ്പി ഫിസ് കുടിച്ചത് പോലെ ഉണ്ടല്ലോ. ഓരോ കാപ്പി കുടിച്ച് കുറച്ചേരം വർത്താനം പറഞ്ഞു കണ്ട് ഞങ്ങൾ പേര് പോയി. ബാക്കി നാളെ.